നിശബ്ദയിൽ ലോകം വിറക്കുമ്പോൾ കാറ്റ് വീശി കടന്നു പോകും. അതിന്റെ താളത്തിൽ ഭൂമി പോലും നിമിഷം നിശ്ചലമാകും. കാരണം മദാര ഉച്ചിഹ എന്ന പേരിന് പിന്നിൽ നിൽക്കുന്നത് ഭയത്തിന്റെയും മഹത്വത്തിന്റെയും മുഖം തന്നെ. അവൻ വരുമ്പോൾ ആകാശം ഇരുണ്ടുപോകും. മഴത്തുള്ളികൾ പോലും നിലം തൊടാൻ പേടിക്കും. വായുവിൽ തോന്നും ഒരു ഭാരം, യുദ്ധത്തിന്റെ ഗന്ധം. ഷിനോബികളുടെ ലോകത്ത് നീതി കൊണ്ടല്ല, ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നത്. അവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ പാറിയൊഴുകും. അവൻ സംസാരിക്കുമ്പോൾ സൈന്യങ്ങൾ മൗനം പാലിക്കും. അവന്റെ കണ്ണുകൾ ഷാരിങ്കാന്റെ തീ കൊണ്ട് തെളിയുന്ന ലോകത്തെ തന്നെ കത്തിച്ചു കളിയുന്ന ദൃഷ്ടി. ഓരോ ചുവടും ഭൂമിക്ക് ഭാരമായിരിക്കും. ഓരോ ചലനവും മരണത്തിന്റെ അടയാളം. മദാരയെ നേരിടുന്നത് ഒരു മനുഷ്യനെയല്ല, ഒരു യുദ്ധത്തെയാണ്. യുദ്ധം ഞാൻ തീർത്തതല്ല, പക്ഷെ സമാധാനം ഞാൻ ഉണ്ടാക്കും. അവൻ പറഞ്ഞ വാക്കുകൾ ഭീഷണിയും ദർശനവും കൂടിയതാണ്. അവന്റെ ചിന്തകൾ മനുഷ്യർ കടന്നു പോകുക, ഒരു രാജ്യത്തെയോ ഒരു ഗ്രാമത്തെയോ മറികടക്കുന്ന സമ്പൂർണ്ണ ലോകത്തെ ചോദ്യം ചെയ്യുന്ന ശക്തി. അവൻ ചലിക്കുമ്പോൾ സൈന്യങ്ങൾ തകർന്നു വീഴും, പർവ്വതങ്ങൾ തകർന്നടിയും. സുസാനയുടെ തീപ്പൊരി ആകാശത്തെ വീങ്ങും. മണ്ണും വായുവും തീയും അവന്റെ ആയുധങ്ങളാകും. നീ ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ, അപ്പോൾ ആദ്യം അതിനെ തകർക്കണം. മദാരയുടെ തത്വം നശിപ്പിച്ച് പുനർജനിപ്പിക്കൽ ഭ്രാന്താണോ ബുദ്ധിയാണോ ആരും ഉറപ്പില്ല. പക്ഷേ എല്ലാവരും അറിയുന്നത് ഒന്ന് മാത്രം: അവന്റെ മുന്നിൽ ദൈവങ്ങൾ പോലും വിറക്കും. ഒരു കണ്ണു തുറപ്പോടെ അവൻ യാഥാർത്ഥ്യത്തെ വളയ്ക്കും. ഇടിമുഴക്കം പോലെ അവൻ ലോകത്തെ തകർത്ത് പണിയും. അവന്റെ നിലവിളി ഇത് മദാരയുടെ ലോകമാണ്. അന്നു മുതൽ ലോകം മാറി. തന്റെ ശക്തിയാൽ അവൻ ചരിത്രമെഴുതിയില്ല, അവൻ ചരിത്രമായിരുന്നു. തന്റെ നേരിൽ പോലും ശത്രുക്കൾ വീണുപോയി. അവൻ വന്നത് ഒരു മനുഷ്യനായല്ല, ഒരു യുദ്ധത്തിന്റെ രൂപത്തിൽ. ചൂടായ രക്തം, കാറ്റിൽ പറക്കുന്ന പൊടി, തീയുടെ തിളക്കം, ഇതെല്ലാം ചേർന്ന് പറയുന്ന കഥ ഒന്ന് മാത്രം: മദാര ഉച്ചിഹ. ശക്തിയുടെ പരമാവധി രൂപം. ഭയം, ബഹുമാനം, അനന്തത എല്ലാം അവൻ തന്നെ. ശാന്തത അതൊരു ഇല്യൂഷനാണ്. ലോകം മുഴുവൻ കണ്ണു തുറന്നത് ഞാൻ കണ്ണടക്കുമ്പോഴാണ്. മദാര ഉച്ചിഹ. യുദ്ധം, രക്തം, വഞ്ചന, ഇതായിരുന്നു മദാര ഉച്ചിഹയുടെ ബാല്യത്തിന്റെ സംഗീതം. അവൻ ജനിച്ചപ്പോൾ തന്നെ ലോകം തീയിൽ കത്തിയിരുന്നു. ഓരോ കുട്ടികളുടെ മുഖത്തും പ്രതീക്ഷയല്ല, പകരം മരണമെഴുതിയിരുന്നത്. ഉച്ചിഹയും സെഞ്ചുവും എന്ന രണ്ട് കുടുംബങ്ങൾ. അവരുടെ വൈര്യമായിരുന്നു നറൂട്ടോ ലോകത്തിലെ ആദ്യ പാഠം. മദാരയും അഷിറാമയും രണ്ട് ആത്മാക്കളാണ്, പക്ഷേ എതിർദിശയിൽ നോക്കുന്ന കണ്ണുകൾ. ഒരാൾ സമാധാനത്തെ തേടി, മറ്റൊരാൾ അതിലേക്കുള്ള വിലയറിയാതെ യുദ്ധത്തെ തെരഞ്ഞെടുത്തു. മദാരയുടെ സഹോദരന്മാരെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു. അതിനുശേഷം മറ്റൊരാളും വീണപ്പോൾ അവന്റെ ഹൃദയം കല്ലായി മാറി. മരണം തന്നെയായിരുന്നു അവന്റെ അധ്യാപകൻ. ആ നിമിഷം മുതൽ അവൻ മനസ്സിലാക്കി, സമാധാനം ഒരു കള്ളം മാത്രം, ശക്തിയാണ് സത്യം. അഷിറാമയുടെ സൗഹൃദം ഒരു പ്രതീക്ഷയായിരുന്നു, പക്ഷെ ലോകം അതിനെ പുറത്തിയില്ല. അവരുടെ കൂട്ടുകെട്ട് വാളിന്റെ ഇരുമ്പിൽ തീർന്നു. കൊനോഹ ഗ്രാമം ജനിച്ചെങ്കിലും മദാരയുടെ മനസ്സിൽ ജനിച്ചത് വഞ്ചനയും സംശയവുമായിരുന്നു. വഞ്ചനയും സംശയവും. അവൻ ഗ്രാമം വിട്ടു, തന്റെ വഴിയിലേക്ക് നടന്നു. പിന്നീട് അവൻ തീരുമാനിച്ചു, ദൈവത്തിന്റെ ശക്തിയോടെ മങ്കിക്കു ഷെരീങ്കാൻ. അതിന്റെ രഹസ്യം അവന്റെ കണ്ണിൽ തെളിഞ്ഞു. മദാര ഇനി മനുഷ്യനല്ല, അവൻ ലോകം തന്നെ പുനർജനിപ്പിക്കാൻ തീരുമാനിച്ചവൻ. അവന്റെ സ്വപ്നമായിരുന്നു ഇൻഫിനിറ്റ് സുക്കോയോമി, ഒരു വ്യാജലോകം. പക്ഷെ അവന്റെ കാഴ്ചയിൽ അത് സമാധാനത്തിന്റെ സത്യരൂപം. അവൻ തോറ്റു, പക്ഷെ അവന്റെ ആശയം ജീവിച്ചു. കാരണം ചിലപ്പോൾ ഒരു പിശാചിന്റെ സ്വപ്നം പോലും ലോകത്തെ മാറ്റാൻ കഴിയും.